കള്ളപ്പണം വെളുപ്പിക്കൽ, അതുമായി ബന്ധപ്പെട്ട മറ്റ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, വിദേശത്ത് ഷെൽ കമ്പനികളിൽ പണം നിക്ഷേപിക്കുക, ബ്ലാക്ക് മണി വൈറ്റാക്കി മാറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഒരു സംവിധാനമാണല്ലോ ഇ ഡി. അപ്പോൾ ഇ ഡി, ഞങ്ങളുടെ ചോദ്യം, ഇ ഡി സെബിയുടെ ചെയർപേഴ്സൺ മാധവി പുരി ബുച്ചിനെതിരെ കേസെടുക്കുമോ? എത്രയോ പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു ഇ ഡി കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇപ്പം അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടക്കുന്നു, ഡൽഹി മുഖ്യമന്ത്രി. കഴിഞ്ഞ ദിവസം മനീഷ് സിസോദിയ ജാമ്യം കിട്ടി പുറത്തിറങ്ങി, സുപ്രീം കോടതിയുടെ ജാമ്യം കൊണ്ട്. അപ്പോൾ മാധവി പുരി ബുച്ചിനെതിരെ കേസെടുക്കാൻ ഇ ഡിക്ക് ധൈര്യപ്പെട്ട. കാരണം നിയമമാണ്, കേസെടുക്കാൻ അവർക്ക് അധികാരമുണ്ട് ഇ ഡിക്ക്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അല്ലെ അതുപോലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ. അപ്പോൾ എന്തുകൊണ്ട് മാധവി പുരി ബുച്ചിനെതിരെ കേസെടുത്തുകൂടാ? എടുക്കുമോ? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. എടുക്കൂല. എന്താ കാര്യം? എടുക്കൂല. എന്താ കാര്യം? എടുക്കൂല. എന്താ കാര്യം? അത് കാര്യം നമുക്കറിയാം. അദാനിയുടെ കമ്പനികളിലാണ്, ഷെൽ കമ്പനികളിലാണ് മാധവിപുരി ബുച്ചും ഭർത്താവ് ധാവൽ ബുച്ചും നിക്ഷേപിച്ചിരിക്കുന്നത് 84 കോടി രൂപ. ആരാ അദാനി? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത ആള്. അറിയാമല്ലോ, നമുക്കറിയാമല്ലോ, ആ ബന്ധങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം മാധവിപുരി ബുച്ചിനെതിരെ ഇ ഡി കേസെടുക്കുമോ? ഇല്ല. പക്ഷെ ഡൽഹി മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കും, പിടിച്ച് ജയിലിലിടും. ഉപമുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിടും. മറ്റ് രാഷ്ട്രീയ നേതാക്കളെ, പ്രതിപക്ഷത്തുള്ളവരെ പിടിച്ച് ഇ ഡി കേസിൽ ജയിലിലിടും. പക്ഷെ മാധവിപുരി ബുച്ചിനെതിരെ ഒന്നും ചെയ്യാൻ പോകില്ല. ഇതാണ് ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിലാണ്. അപ്പോൾ ചില പുതിയ കാര്യങ്ങൾ കൂടി ഹിൻഡൻബർഗ് റിസർച്ച് പുറത്തുവിട്ടിട്ടുണ്ട്. വെല്ലുവിളിച്ചിട്ട് ആണ് ഇട്ടിരിക്കുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ മറുപടി പറയൂ. മാധവി പുരി ബുച്ചിനോട് ചോദിച്ചുകൊണ്ടാണ് ഹിൻഡൻബർഗ് റിസർച്ച് പുതിയ ചില കാര്യങ്ങൾ എക്സിൽ, ട്വിറ്റർ, പഴയ ട്വിറ്റർ ഇപ്പോഴത്തെ എക്സിൽ കുറിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പോഴും 99% ഓഹരികൾ അവരുടെ ഉടമസ്ഥതയിലുള്ള കമ്പനി അഗോര അഡ്വൈസറി കമ്പനി, അതിപ്പോഴും പ്രവർത്തനക്ഷമമാണ്, ആക്റ്റീവാണ്. അതിൻ്റെ ഉടമ സെബിയുടെ ചെയർപേഴ്സൺ മാധവി പുരി ബുച്ചാണ് എന്നാണ് പിന്നെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ പോലും കാണിക്കുന്നത്. ഇപ്പോഴും അതെങ്ങനെ ഇരിക്കാൻ പറ്റും? സെബി ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്ന ആളെങ്ങനെയാണ് ഓഹരി വിപണിയിലൊരു കമ്പനിയുടെ തലപ്പത്തിരിക്കാൻ പറ്റുക? അപ്പോൾ എത്ര നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, ഈ അഗോര അഡ്വൈസറി, അഗോര അല്ലെങ്കിൽ അഗോര, ഇംഗ്ലീഷിലാവുമ്പോൾ നമുക്ക് റായും പറയാം, കഴിഞ്ഞ 2021 മുതൽ 2024 വരെ 2.54 കോടി രൂപയുടെ ലാഭം നേടിയിട്ടുണ്ട്. ആര്? സെബിയുടെ ചെയർപേഴ്സൺ മാധവി ബുച്ചിൻ്റെ കമ്പനി. ഇപ്പോഴും 99% ഓഫ് ഷെയർസ് അവരുടെ ഉടമസ്ഥതയിലാണ്. ഇത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ? ഇവരെ രാജിവെക്കണ്ടേ? ഇവർ അന്വേഷണം നേരിടേണ്ടേ? ഇവർക്കെതിരെ ഇ ഡി കേസെടുക്കേണ്ടേ? ന്യായമായ ചോദ്യമാണ്. എടുക്കുമോ? ഇല്ല. അതിൻ്റെ കാര്യം പിടികിട്ടിയല്ലോ. ഇപ്പോൾ ഇതോടൊപ്പം തന്നെ ഇപ്പം ഡൽഹി മുഖ്യമന്ത്രി ജയിലിൽ കിടക്കും. ഡൽഹി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയ്ക്ക് ഒരു കത്തെഴുതി. പിന്നെ ഞാൻ ജയിലിലായതുകൊണ്ട് ഇത്തവണ സ്വാതന്ത്ര്യാഘോഷത്തിന് പതാക ഉയർത്തുന്നത്, ദേശീയ പതാക ഉയർത്തുന്നത് ഞാൻ വിദ്യാഭ്യാസ മന്ത്രി അതീഷിയെ നിയോഗിക്കുന്നു എന്ന് പറഞ്ഞൊരു കത്ത്. ജയിലിലായപ്പോൾ ജയിൽ അതോറിറ്റിക്കാണല്ലോ, സൂപ്രണ്ടിനാണ് കത്ത് കൊടുക്കേണ്ടത്. കത്ത് കൊടുത്തു. ഈ കത്ത് ഡൽഹി തിഹാർ ജയിൽ അതോറിറ്റികൾ, അല്ലെ തിഹാർ ജയിൽ സൂപ്രണ്ട് ഗവർണർ സക്സേനയ്ക്ക് അയച്ചു കൊടുത്തില്ല. അയച്ചു കൊടുക്കാത്തതിൻ്റെ കാരണം ഇപ്പം അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്, ജയിലിൽ കിടക്കുന്ന മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഇപ്പം അങ്ങനെ ഒരു കത്ത് ഞങ്ങൾക്ക് തന്നു, പക്ഷേ ഞങ്ങളത് ഗവർണർക്ക് അയച്ചില്ല. ഇത് നാളെ കോടതി ചോദ്യം ചെയ്യപ്പെടാം. ഡൽഹി മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹം എഴുതിയ കത്ത് ഡൽഹി ജയിൽ, തിഹാർ ജയിൽ സൂപ്രണ്ട്, തിഹാർ ജയിലിൽ കിടക്കുന്ന മുഖ്യമന്ത്രി കൊടുത്ത കത്ത് തിഹാർ ജയിൽ സൂപ്രണ്ട് എന്തുകൊണ്ട് സക്സേനയ്ക്ക്, ഗവർണർക്ക്, ലഫ്റ്റനന്റ് ഗവർണർക്ക് അയച്ചു കൊടുത്തില്ല എന്നൊരു ചോദ്യം നാളെ കോടതി ചോദ്യം ചെയ്യപ്പെടാം.
ആ ഒരു വിഷയം അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിന് പകരം ഡൽഹി പിന്നെ ആഭ്യന്തരമന്ത്രി ഡൽഹിയിലെ പോലീസ് വെറും പോലീസാണ്. കാരണം ഡൽഹി പോലീസിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ കേന്ദ്ര സർക്കാരിനാണ്. പേരിനൊരു ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നൊരു ഒരാൾ ഡൽഹിയിൽ സംസ്ഥാനത്തുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സക്സേന ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ അതീഷിക്ക് അനുമതി കൊടുക്കാതെ പിന്നെ ഡൽഹി ആഭ്യന്തരമന്ത്രി കൈലാസ് ഗെഹ്ലോട്ടിന് ഈ പതാക ഉയർത്താനുള്ള അനുമതി കൊടുത്തിരിക്കുന്നു. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഗവർണർ സ്വയമായിട്ടൊരു തീരുമാനമെടുത്തു. ഗവർണർ പറഞ്ഞു, എനിക്ക് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയുടെ കത്തൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, അതീഷിയെ ഈ പതാക ഉയർത്താൻ നിയോഗിച്ചുള്ള കത്തൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് എൻ്റെ അധികാര ഇത് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഹോം മിനിസ്റ്റർ ആഭ്യന്തരമന്ത്രി ഈ പറയുന്ന ഇദ്ദേഹത്തെ കൈലാസ് ഗെഹ്ലോട്ടിനെ ഞാൻ അതിന് ചുമതലപ്പെടുത്തുന്നു. ഈ ജനാധിപത്യം ഏത് വഴിക്ക് പോകുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. ഇനി ചോദിക്കട്ടെ, ഈ ഞങ്ങളുടെ ഒരു സംശയമാണ്, ഞങ്ങളുടെ ലെഫ്റ്റ് വോയിസ് ചാനലിൽ ഒരു സംശയം ചോദിക്കുകയാണ്. ഈ ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർക്ക് ഈ ഡൽഹി മുഖ്യമന്ത്രി ജയിലിൽ കഴിയുന്ന തിഹാർ ജയിലിൽ കഴിയുന്ന മുഖ്യമന്ത്രിയോട് ഈ വർഷത്തെ സ്വാതന്ത്ര്യ ആഘോഷത്തിന് ആരാണ് പതാക ഉയർത്തേണ്ടത് എന്നൊരു ചോദ്യം ഈ ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർക്ക് മുഖ്യമന്ത്രി കേജ്രിവാളിനോട് ചോദിച്ചുകൂടെ? ചോദിക്കാമല്ലോ. ജനാധിപത്യ മര്യാദകൾ, ഗവർണറും മുഖ്യമന്ത്രി എന്നുള്ളൊരു ജനാധിപത്യ മര്യാദ വെച്ചിട്ട് ചോദിക്കാമല്ലോ. എന്താ ചോദിക്കാതിരുന്നത്? അപ്പോൾ സ്വേച്ഛാധികാരം, ജനാധിപത്യമല്ല പുലരുന്നത്, സ്വേച്ഛാധികാരം. അയാൾ ജയിലിൽ കിടക്കട്ടെ, ആരാ പതാക ഉയർത്തുന്നത് ഞാൻ തീരുമാനിക്കും എന്ന് പറയുന്ന സ്വേച്ഛാധികാരം ഉണ്ടല്ലോ. ജനാധിപത്യ വിരുദ്ധമായ ഇത്തരം നടപടികളെ നമ്മൾ ചോദ്യം ചെയ്തില്ലെങ്കിൽ പിന്നെ ജനാധിപത്യം ഇല്ല. അതിന് കൂട്ടുനിൽക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി മൂന്നാം സർക്കാർ. അപ്പോൾ ജനാധിപത്യം എവിടേക്കാണ് പോകുന്നത്? ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യാം. ഇവിടെ ഒരു ഗവർണർ ഉണ്ടല്ലോ കേരളത്തിൽ, ഓരോ നടപടികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്തും ചെയ്യാം. അങ്ങനെ പോയാൽ ജനാധിപത്യം ഇല്ലാണ്ടാവും. ജനാധിപത്യം നമ്മുടെ ജീവവായു, നമ്മുടെ ശ്വാസഗതിയാണ്, ശ്വാസവായുവാണ്. അത് നഷ്ടപ്പെട്ടാവുണ്ടല്ലോ പിന്നെ ഒന്നുമില്ല. അത് നമ്മൾ ഓർമ്മിക്കണം. ഡൽഹിയിൽ ഇപ്പം നടക്കുന്ന ഈ ചവിട്ട് നാടകം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി.